ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റുള്ള സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ചോറ്, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അതിന് ആദ്യം മിക്സറ ജാർ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകമാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു സ്റ്റാറാണ്, അതായത് തക്കോലം. പിന്നെ വേണ്ടത് ഒരു 3 കരയാമ്പൂവാണ്, അതായത് ക്ലൗസ്. പിന്നെ വേണ്ടത് ഒരു കഷ്ണം പട്ടയാണ്, കറുവപ്പട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കറുവപ്പട്ട അങ്ങനെ കനം കുറഞ്ഞ കറുവപ്പട്ട എടുക്കാവൂ. അങ്ങനെ കട്ടില്ല ഒരു തരം കറുവപ്പട്ട കണ്ടിട്ടില്ലേ? അതിൻ്റെ പേര് ശരിക്കും അത് സിന്നമൺ അല്ല, അതിൻ്റെ പേര് കാസിയ എന്നാണ്. അപ്പോൾ അത് കുറച്ച് വിഷാംശം ഉള്ളതാണ്. അപ്പോൾ നല്ല വല്ലാതെ അങ്ങനെ കട്ടിയില്ല, മരത്തിൻ്റെ അങ്ങനെ തൊലി പോലത്തെ അങ്ങനത്തെ ആണെങ്കിൽ അത് വാങ്ങരുത്. ഇങ്ങനെ കനം കുറഞ്ഞ, വളരെ കനം കുറഞ്ഞിട്ടുള്ള, കട്ടി കുറഞ്ഞിട്ടുള്ള, അങ്ങനെ സിന്നമൺ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ അതാണ് ഉപയോഗിക്കാവൂ കേട്ടോ. അത് മറ്റത് എഡിബിളല്ല. 2 ഏലക്ക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിയില്ലെങ്കിൽ ലേശം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ്, ഇതേപോലെ മസാല ചേർക്കുമ്പോൾ. ഇനി കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അതിലേക്ക് ഒരു സവാള അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ കാണിച്ച പോലെ ഇതേപോലെ കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ചതാണ്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റുക. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി കൂടിയിട്ട് ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയാലും മതി ആണ് ചേർത്തിരിക്കുന്നത്. വെളുത്തുള്ളി സാധാരണ നാടൻ വെളുത്തുള്ളി, ചെറിയ തരത്തിലുള്ള വെളുത്തുള്ളിയാണ് 5-6 എടുത്തിരിക്കുന്നത് കേട്ടോ. ചൈനീസ് ആണെങ്കിൽ അത്ര തന്നെ എടുക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർക്കുക, അല്ലെങ്കിൽ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക കേട്ടോ. പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആ മസാലപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ അത് ചേർക്കുക. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റുക. മസാലപ്പൊടി ചേർത്ത് വഴറ്റുമ്പോൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിൻ്റെ ശേഷം മാത്രം വഴറ്റുക. കുറേ നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ഒരു 1-2 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് രണ്ടാം പാലാണ് ചേർത്തിരിക്കുന്നത്. രണ്ടാം പാലും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കണം. ഇനി ഇത് രണ്ടാം പാലിൽ കിടന്നിട്ടൊന്ന് വേവണം. ഒരു 1/4 ഭാഗം വേവുന്ന വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇപ്പോൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ആ സമയത്ത് നല്ല പഴുത്ത ഒരു തക്കാളിയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ആ തക്കാളിയും കൂടി ഒന്ന് വേവണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരുവിധം വെന്തതിന് ശേഷം തക്കാളി ചേർത്താൽ മതി. ഒരു 1/4 ഭാഗം വെന്തതിൻ്റെ ശേഷമാണ് ഞാൻ തക്കാളി ചേർത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണം, നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക കേട്ടോ, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടുക. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. കട്ടി തേങ്ങാപ്പാൽ കൂടി ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുട്ട ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 6 വേവിച്ച് വെച്ച മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ മീതെ ഒന്ന് ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞതിൻ്റെ ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഇനി ഇത് ഒന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ ഇത് ഓഫ് ചെയ്യുക. ഒന്ന് തിളച്ചിട്ട് ഓഫ് ചെയ്താൽ മതി. ഇത് മുട്ട 2ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ ആ കറി ഒന്നും കൂടി ആ മുട്ടയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കും.
അപ്പോൾ അങ്ങനെയാണ് കുറച്ചുകൂടി കൂടുതൽ നല്ലത്. മുട്ട ഒന്ന് മുറിച്ചിട്ടോളൂ കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പലർക്കും നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടാവാം. അപ്പോൾ അവർ വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ചേർക്കേണ്ടത്. കടുക് ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിൻ്റെ ശേഷം മാത്രം ഒരു 5-6 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് പിന്നെ ചേർത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ കടുക് നിങ്ങൾ ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ട് ആ ചുവന്നുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ചേർക്കുക. എന്നിട്ട് കുറച്ച് ഗ്രേവി എടുത്തിട്ട് ആ പാനിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് തിരിച്ച് ഇതിലേക്ക് തന്നെ ഒഴിക്കുക. അങ്ങനെ ആകുമ്പോൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഈ കറി എന്ന് പറഞ്ഞാൽ നല്ല കുറുകിയ രീതിയിലായിരിക്കും കറി. ഇതിങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി വരും. ആ ഒരു രീതിയിലാണ്. പിന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല. അപ്പോൾ അത് വറവിട്ടതിൻ്റെ ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ കറിയിലേക്ക് മൊത്തം ഒന്ന് പിടിക്കണം. അതിന് ശേഷം കണ്ടില്ലേ, കുറച്ച് തണുത്തതിൻ്റെ ശേഷം കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.